ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ 15ാമത്തെ ചാപ്റ്ററായ സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ സ്ഥിതിവിവര കണക്കാണ്. അതിനകത്ത് നമ്മൾ പഠിക്കുന്നത് ആവറേജ് ആണ്. ആവറേജ് എന്ന് പറഞ്ഞാൽ ശരാശരി. നമ്മൾ സാധാരണ ലാംഗ്വേജിൽ പറയുന്ന ഒരു വാക്കാണ് ആവറേജ് അഥവാ ശരാശരി. നമ്മൾ മാത്സിൽ യൂസ് ചെയ്യുന്നത് മീൻ അഥവാ മാധ്യം എന്നാണ് അതിന് ഉപയോഗിക്കുന്ന വാക്ക്, അഥവാ അരിത്മെറ്റിക് മീൻ എന്ന് മാത്സിൽ പറയുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൽ 3 തരത്തിലെ ചോദ്യങ്ങൾ വന്നാൽ മീൻ കണ്ടുപിടിക്കുന്ന രീതിയാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൽ അത് 3ആണ് ഉള്ളത്. ഇപ്പോൾ ആദ്യത്തെ രീതി എന്താണെന്ന് വെച്ചാൽ, ഞാൻ 3 രീതിയും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. 3 തരത്തിൽ ചോദ്യങ്ങൾ വരും. അപ്പോൾ നമ്മൾ ചോദ്യം കണ്ട് തിരിച്ചറിയണം. എല്ലാം ഒരൊറ്റ സാധനം മാധ്യം തന്നെ അഥവാ മീൻ തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. എങ്കിലും ചോദ്യങ്ങൾ 3 തരത്തിൽ വരാം. അതിലെ 1ാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് നമ്പേഴ്സ് തരും. ഇപ്പോൾ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്ക് 10, 15, 20, 25, 30, 35, 40. 7 കുട്ടികളുടെ മാർക്കാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ 7 കുട്ടികളുടെ മാർക്ക് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് ആവറേജ് അഥവാ മീൻ അല്ലെങ്കിൽ മാർക്കിന്റെ മാധ്യം, മീൻ മാർക്സ് അഥവാ മാർക്കിന്റെ മാധ്യമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന രീതി എങ്ങനെയാന്ന് വെച്ചാൽ, ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് എണ്ണം കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ മാർക്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അഥവാ ആകെ മാർക്ക് എണ്ണം കൊണ്ട് ഹരിക്കുക. കുട്ടികളുടെ എണ്ണം കൊണ്ടാണ് ഹരിക്കുന്നത്. ഇവിടെ ഇതിൽ നോക്കിയാൽ നമുക്കറിയാം ഇതിലൊന്നും തന്നെ ആവർത്തിച്ച് വരുന്നില്ല. അതുകൊണ്ടാണ് കോമ ഇട്ട് തന്നിരിക്കുന്നത്. ഇനി ആവർത്തിച്ച് വന്നാൽ കോമ ഇട്ട് ആവർത്തിച്ചും തരാം. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിക്കണം. അപ്പൊ നമുക്ക് ഒരു ആവറേജ് അഥവാ മീൻ കിട്ടും. ആ മീൻ ഇതിനകത്ത് ഒരു സംഖ്യ ആകണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഈ ഒരു ഉദാഹരണത്തിൽ നമുക്കൊന്നത് കണ്ടുപിടിച്ച് നോക്കാം. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 175 എന്ന് കിട്ടും. അതിനെ 7 കൊണ്ട് ഹരിക്കുക. അപ്പൊ നമുക്ക് 25 എന്ന് കിട്ടും. ആ 25 ഇതിനകത്ത് ഉണ്ട്. പക്ഷെ എല്ലായ്പ്പോഴും മീൻ അഥവാ മാധ്യം കാണുമ്പോൾ ഈ തന്നിരിക്കുന്ന ഒബ്സർവേഷനകത്ത് കാണണമെന്നൊന്നും നിർബന്ധമില്ല. ഇതാണ് 1ാമത്തെ മെത്തേഡ്. അതായത് 1ാമത്തെ ക്വസ്റ്റ്യൻ വരുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കോമ ഇട്ട് നമ്പേഴ്സ് തരും, എന്നിട്ട് മീൻ കണ്ടുപിടിക്കണം. ഇനി 2ാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ മാർക്കുകളും കുട്ടികളുടെ എണ്ണവുമാണ് എടുക്കുന്നത്. ഞാൻ ഒരു എക്സാമ്പിൾ തന്നെ പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്നത്. ഇങ്ങനെയാണ് ചോദ്യം തരുന്നതെന്ന് വിചാരിക്കുക. ഇവിടെ മാർക്സും തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ചിൽഡ്രനും തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും 12 മാർക്ക് കിട്ടിയ 2 കുട്ടികളുണ്ട്, 15 മാർക്ക് കിട്ടിയ 7 കുട്ടികളുണ്ട്, 24 മാർക്ക് കിട്ടിയ 6 കുട്ടികളുണ്ട്, 30 മാർക്ക് കിട്ടിയ 3 കുട്ടികളുണ്ട്. ഇവിടെ ഓരോ മാർക്കിനനുസരിച്ച് മാർക്ക് കിട്ടിയ കുട്ടികളുടെ എണ്ണം ഓരോന്നിന്റെ നേരെ എഴുതിയിരിക്കണം. അപ്പൊ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പം നമുക്ക് ആകെ കുട്ടികളുടെ എണ്ണം കിട്ടും. ഇനി ആകെ കുട്ടികളുടെ എണ്ണം മാത്രം പോരല്ലോ. മീൻ എന്ന് പറഞ്ഞാല് ടോട്ടൽ മാർക്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്.
അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് മാത്രമേ നമുക്ക് ഇവിടെ കിട്ടത്തുള്ളൂ 18. പക്ഷെ ടോട്ടൽ മാർക്സ് കണ്ടുപിടിക്കണം. ഒരു കുട്ടി 12 മാർക്ക് കിട്ടിയ 2 കുട്ടികൾ. അപ്പോൾ ടോട്ടൽ മാർക്ക് നമ്മൾ മൂന്നാമതൊരു കോളമായിട്ട് കണ്ടുപിടിച്ച് ടോട്ടൽ കണ്ടുപിടിക്കുക. അപ്പോൾ 12 × 2 ആണ് 24 ആണ്. നമുക്ക് ഇവിടെ 12 മാർക്ക് കിട്ടിയ 2 കുട്ടികളുടെയും കൂടെ ടോട്ടൽ മാർക്ക് 24 കിട്ടി. അതേപോലെ 15 മാർക്ക് കിട്ടിയ 7 കുട്ടികളുണ്ട്. അത് മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കണം. അതേപോലെ 24 മാർക്ക് കിട്ടിയ 6 കുട്ടികളുണ്ട്. അതേപോലെ 30 മാർക്ക് കിട്ടിയ 3 കുട്ടികളുണ്ട്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ മാർക്ക് കിട്ടുന്നത്. അപ്പൊ ഈ ടോട്ടൽ മാർക്കിനെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് മീൻ കിട്ടത്തുള്ളൂ. നേരത്തേയിൽ ഇങ്ങനെ അല്ലായിരുന്നു, നമ്പേഴ്സ് ഡയറക്റ്റ് കോമായിട്ട് എഴുതി തന്നിരിക്കുമായിരുന്നു. ഇനി മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിയിലായിരിക്കും ചോദ്യം വരുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും 0 മുതൽ 10 വരെ മാർക്ക് കിട്ടിയ കുട്ടികളുടെ എണ്ണം 5 ആണ്. ഇവിടെ ഈ 5 കുട്ടികൾക്ക് എത്ര മാർക്ക് വീതമാണ് കിട്ടിയെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. പക്ഷെ അവർക്ക് 0യ്ക്കും 10നും ഇടയ്ക്കാണ് മാർക്ക് കിടക്കുന്നതെന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ 10നും 20നും ഇടയ്ക്ക് 7 കുട്ടികൾക്ക് മാർക്കുണ്ട്. 20നും 30നും ഇടയ്ക്ക് 4 കുട്ടികൾക്ക്, അങ്ങനെയാണ് മാർക്ക് കിടക്കുന്നത്. ഇവിടെയും നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ ആഡ് ചെയ്യുമ്പം ഈ ചിൽഡ്രന്റെ എണ്ണം ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ കിട്ടും. പക്ഷെ മാർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ 2 കോളം കൂടെ വരയ്ക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. അപ്പൊ ഇതാണ് മൂന്നാമത്തെ ടൈപ്പ്. 3ലും മീൻ തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. മീൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ടോട്ടൽ ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്, അഥവാ ആകെ തുക ബൈ എണ്ണം. ഇവിടെ മാർക്ക് ആയതുകൊണ്ടാണ് മാർക്കെന്ന് ഞാൻ ഇട്ടത്. ഇല്ലെങ്കിൽ നമ്മുടെ വെയിറ്റ് ആകാം, അല്ലെങ്കിൽ വേതനം സാലറി ആവാം. അങ്ങനെ നമ്മൾ പല ചോദ്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. അപ്പോൾ നമുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. പേജ് നമ്പർ 238 ഒന്നാമത്തെ ചോദ്യം ചെയ്യാം. ചോദ്യം ഇതാണ്: ഇൻ എ T20 മാച്ച് 51 റൺസ് were scored in the first 5 overs. What is the mean run rate then? If this run rate is maintained, what is the total in 20 runs they can expect? ഇവിടെ ഒന്നാമത്തെ പാർട്ട് റൺ റേറ്റ് ആണ് കാണേണ്ടത്, റൺ നിരക്കാണ് കാണേണ്ടത്. അപ്പൊ റൺ നിരക്ക് അഥവാ റൺ റേറ്റ് എന്ന് പറയുന്നത് എന്താ? ആദ്യത്തെ 5 ഓവറിൽ 51 റൺസ് അല്ലെ? അപ്പോ റൺ റേറ്റ് ആണല്ലോ കാണേണ്ടത്. ഇപ്പൊ റൺ റേറ്റ് ഈക്വൽ ടു റൺ നിരക്ക് എങ്ങനെ കാണാം? ആവറേജ് അഥവാ മീൻ എങ്ങനെ കാണാം? ടോട്ടൽ റൺസ് ബൈ ഓവേഴ്സ്. ആകെ റൺ ബൈ ആകെ ഓവർ എന്നെഴുതാമല്ലോ. അപ്പൊ 51നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നമുക്കറിയാം ഇത് 10.2 ആണ്. അതാണ് റൺ റേറ്റ്. ഒന്നാമത്തെ പാർട്ടിന്റെ ആൻസർ. ഇനി രണ്ടാമത്തെ പാർട്ടെന്ന് ചോദിച്ചാൽ ഇതേ നിരക്കിൽ തുടർന്നാൽ, അതായത് ഈ 10.2 മീൻ ആയിട്ട് തുടർന്നാൽ 20 ഓവറിൽ എത്ര റണ്ണ് പ്രതീക്ഷിക്കാമെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എക്സ്പെക്റ്റഡ് ടോട്ടൽ ആണ് ചോദിച്ചിരിക്കുന്നത്. എക്സ്പെക്റ്റഡ് ടോട്ടൽ എന്നേരം എന്ത് കണ്ടുപിടിക്കാം? ഇതാണ് മീൻ. ഇപ്പൊ മീൻ ഇൻറ്റു എത്ര ഓവറിൽ? 20 ഓവേഴ്സിൽ. ഇപ്പൊ 10.2 × 20 കണ്ടാൽ മതിയല്ലോ. 204 ആണ് എക്സ്പെക്റ്റഡ് ടോട്ടൽ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം ചെയ്യാം. ഇവിടെ ഡയറക്റ്റ് ആണ് തന്നിരിക്കുന്നത്. ഡയറക്റ്റ് എത്ര റൺസ് ആണ്, എത്ര ഓവേഴ്സിലാണ് എത്ര റൺസ് പോയെന്ന് എല്ലാം തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത രണ്ടാമത്തെ മെത്തേഡാണ്. അപ്പൊ ആ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്: ദ ടേബിൾ ബിലോ ഷോസ് ചിൽഡ്രൻ ഇൻ എ ക്ലാസ് ഗ്രൂപ്ഡ് അക്കോർഡിംഗ് ടു ദെയർ മാർക്സ് ഇൻ എ മാത്സ് ടെസ്റ്റ്. ഇപ്പൊ ടേബിൾ തന്നിട്ടുണ്ട്. ഇതിൽ ഒന്നാമത്തെ പാർട്ട് വാട്ട് ഈസ് ദ മീൻ മാർക്സ് ഓഫ് ദ ക്ലാസ്, രണ്ടാമത്തെ പാർട്ട് ഹൗ മെനി ഗോട്ട് ലെസ് മാർക്സ് ദാൻ ദ മീൻ, മൂന്നാമത്തെ പാർട്ട് ഹൗ മെനി ഗോട്ട് മോർ മാർക്സ് ദാൻ ദ മീൻ. അപ്പം ഫസ്റ്റ് പാർട്ട് മീൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. മീൻ കണ്ടുപിടിക്കേണ്ടത് നമുക്കറിയാം.
ടോട്ടൽ മാർക്സ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്. ഇവിടെ മാർക്സും നമ്പർ ഓഫ് ചിൽഡ്രനുമാണ് തന്നിരിക്കുന്നത്. അതായത് 2 മാർക്ക് കിട്ടിയ ഒരു കുട്ടി, 3 മാർക്ക് കിട്ടിയ 2 കുട്ടി, 4 മാർക്ക് കിട്ടിയ 5 കുട്ടികൾ, ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ മാർക്സ് എന്നുള്ള തേർഡ് കോളം ഉണ്ടാക്കണം. ടോട്ടൽ മാർക്സ് കാണാനായിട്ട് 2 മാർക്ക് കിട്ടിയ ഒരു കുട്ടി, അപ്പോൾ 2 1s are 2. 3 മാർക്ക് കിട്ടിയ 2 കുട്ടികളുണ്ട്, അപ്പോൾ 3 2s are 6. 4 മാർക്ക് കിട്ടിയ 5 കുട്ടികളുണ്ട്, 5 4s are 20. ഇവിടെ 5 മാർക്ക് കിട്ടിയ 4 കുട്ടികൾ, അപ്പോഴും 20. 6 മാർക്ക് കിട്ടിയ 6 കുട്ടികളുണ്ട്, ടോട്ടൽ 36 വന്നു. 7 മാർക്ക് കിട്ടിയ 11 കുട്ടികളുണ്ട്, അപ്പോൾ 77 മാർക്സ് വന്നു. 8 മാർക്ക് കിട്ടിയ 10 കുട്ടികളുണ്ട്, അപ്പോൾ 80 മാർക്സ് വന്നു. 9 മാർക്ക് കിട്ടിയ 4 കുട്ടികളുണ്ട്, 36 വന്നു. 10 മാർക്ക് കിട്ടിയ 2 കുട്ടികളുണ്ട്, അപ്പോൾ 20 മാർക്സ് വന്നു. ഇനി ടോട്ടൽ മാർക്സ് കാണണമല്ലോ. അപ്പോൾ ടോട്ടൽ മാർക്സ് കാണാൻ വേണ്ടി ഈ ലാസ്റ്റ് കോളത്തിന് നമ്മൾ ആഡ് ചെയ്താണ് കണ്ടുപിടിപ്പിക്കുന്നത്. ടോട്ടൽ മാർക്സ് നമുക്ക് 297 കിട്ടി. ഇനി ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രനും കൂടെ കണ്ടുപിടിക്കണം, അതെല്ലാം കൂടെ ആഡ് ചെയ്യുക. ഇപ്പോൾ 45 കുട്ടികളാണ് ടോട്ടൽ ഉള്ളത്. നമുക്ക് മീനാണ് ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത്, മീനാണ് കണ്ടുപിടിക്കേണ്ടത്. മീൻ കാണാൻ വേണ്ടിയിട്ട് ടോട്ടൽ മാർക്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, അല്ലെങ്കിൽ ആകെ മാർക്ക് ഡിവൈഡഡ് ബൈ ആകെ കുട്ടികളുടെ എണ്ണം. അപ്പോൾ ആകെ മാർക്ക് എന്ന് പറയുന്നത് 297 വന്നു, അതിനെ 45 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 6.6 എന്ന് കിട്ടും. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് രണ്ടാമത്തെ പാട്ട് എന്താ പറയുന്നത്, ഹൗ മെനി ഗോട്ട് ലെസ് മാർക്സ് ദാൻ ദ മീൻ. അപ്പൊ 6.6 എന്ന് പറയുന്നത് 7നേക്കാളും ചെറുതല്ലേ. അപ്പൊ മാർക്ക് 7 കിട്ടിയ കുട്ടികളുണ്ട്. 6 കഴിഞ്ഞാലും മാർക്ക് 7 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ 7നേക്കാളും കുറവുള്ള നോക്കിയാൽ മതി. അതായത് 6.6നേക്കാളും കുറവുള്ള കുട്ടികൾ എന്ന് പറയുന്നത് ഇത്രയും ഭാഗമല്ലേ അല്ലെ. അപ്പൊ ആകെ എത്ര കുട്ടികൾക്ക് 6.6ൽ കുറവ് മാർക്ക് കിട്ടി എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തെഴുതും? രണ്ടാമത്തെ പാട്ട് എന്തെഴുതും? ഇത്രയും ഭാഗം, ഇത്രയും കുട്ടികളുടെ എണ്ണമല്ലേ, അതങ്ങ് ആഡ് ചെയ്താൽ പോരെ. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 18 കുട്ടികൾക്കാണ് ആവറേജ് അഥവാ മീനിനേക്കാളും കുറവ് മാർക്ക് കിട്ടിയത്. ഇനി മൂന്നാമത്തെ പാട്ട് കാണാം. എത്ര കുട്ടികൾക്കാണ് ആവറേജിലും കൂടുതൽ കിട്ടിയത്, മീനിനേക്കാളും കൂടുതൽ കിട്ടിയത്? അതാണ് ഈ രണ്ടാമത്തെ ഭാഗം. അതായത് 6.6നേക്കാളും കൂടുതൽ കിട്ടിയത്. അപ്പൊ നമ്മൾ 7 മാർക്ക് കിട്ടിയത് തൊട്ടാണ് നമ്മൾക്ക് നോക്കേണ്ടത്. കുട്ടികളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് 11 + 10 + 4 + 2 കാണുക. 27 കുട്ടികൾക്കാണ് മീനിനേക്കാളും കൂടുതൽ മാർക്ക് കിട്ടിയത്. ഇനി മൂന്നാമത്തെ ചോദ്യം ചെയ്യാം. ചോദ്യത്തിൽ എന്താണ് പറയുന്നത്? ദ ഡീറ്റെയിൽസ് ഓഫ് റബ്ബർ ഷീറ്റ്സ് എ ഫാർമർ ഗോട്ട് ഡ്യൂറിങ് എ മന്ത് ആർ ഷോൺ ബിലോ. ടേബിൾ തന്നിട്ടുണ്ട്. റബ്ബർ കിലോഗ്രാമിലാണ് തന്നിരിക്കുന്നത്. നമ്പർ ഓഫ് ഡേയ്സും തന്നിട്ടുണ്ട്. ഒന്നാമത്തെ പാർട്ട് ഇതാണ്. ഹൗ മെനി കിലോഗ്രാംസ് ഓഫ് റബ്ബർ ഡിഡ് ഹി ഗെറ്റ് എ ഡേ ഓൺ ആവറേജ് ഇൻ ദിസ് മന്ത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ദ പ്രൈസ് ഓഫ് എ കിലോഗ്രാം ഓഫ് റബ്ബർ ഈസ് 175 rupees. How much did he get a day on average this month from rubber? ഇവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ഇവിടെ കിലോഗ്രാം ആണ് 9. അങ്ങനെ 3 ദിവസം ലഭിച്ചു. അപ്പൊ ടോട്ടൽ കിലോഗ്രാം കണ്ടുപിടിക്കണമല്ലോ. അപ്പൊ നമുക്ക് ഒരു കോളം കൂടെ ഫില്ല് ചെയ്യണം. ടോട്ടൽ കിലോഗ്രാം, അതായത് 9 കിലോഗ്രാം വെച്ചിട്ട് 3 ദിവസം കിട്ടി, അത് കണ്ടുപിടിക്കണം. ഇനി 10 കിലോഗ്രാം വെച്ച് 4 ദിവസം കിട്ടി, ഇപ്പൊ 40 കിലോഗ്രാം ആയി ടോട്ടൽ. 11 കിലോഗ്രാം വെച്ച് 3 ഡേയ്സ് കിട്ടി, ഇപ്പൊ 33 കിലോഗ്രാം. 12 കിലോഗ്രാം വെച്ചിട്ട് 3 ഡേയ്സ് കിട്ടി, 36 കിലോഗ്രാം. 13 കിലോഗ്രാം വെച്ച് 5 ഡേയ്സ് കിട്ടി, 65 കിലോഗ്രാം. 14 കിലോഗ്രാം വെച്ച് 6 ഡേയ്സ് കിട്ടി. 14 കിലോഗ്രാം വെച്ച് 6 ഡേയ്സ് കിട്ടി,
84 കിലോഗ്രാം 16 കിലോഗ്രാം വെച്ച് 6 ഡേയ്സ് കിട്ടി. അപ്പൊ 96 കിലോഗ്രാം കിട്ടി. ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ വെയിറ്റ് കിട്ടും. 381 എന്ന് കിട്ടി. ഇനി ഇവിടെ എത്ര ഡേയ്സ് ഉണ്ടെന്ന് നോക്കാം. ടോട്ടല് 30 ഡേയ്സ് ആണ്. ഒരു മന്തിലെ കാര്യമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഒന്നാമത്തെ പാർട്ട് എന്താണ്? ഹൗ മെനി കിലോഗ്രാംസ് ഓഫ് റബ്ബർ ഡിഡ് ഹി ഗെറ്റ് എ ഡേ ഓൺ ആവറേജ് ഇൻ ദിസ് മന്ത്. അപ്പോൾ എന്താ ആവറേജ് അഥവാ മീൻ കാണാനുള്ള ഫോർമുല എന്താണ്? ഇവിടെ എഴുതുമ്പം ടോട്ടൽ വെയിറ്റ് ഓഫ് റബ്ബർ അങ്ങനെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ടോട്ടൽ വെയിറ്റ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ്. ആകെ ഭാരം ഡിവൈഡഡ് ബൈ ആകെ ദിവസങ്ങളുടെ എണ്ണം. അപ്പൊ ഇവിടെ ആകെ ഭാരം 381 കിലോഗ്രാം ആണ്. ബൈ 30 നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ 12.77 കിലോഗ്രാം എന്ന് കിട്ടി. ഇനി രണ്ടാമത്തെ പാട്ട് എന്താ പറയുന്നത്? ദ പ്രൈസ് ഓഫ് എ കിലോഗ്രാം ഓഫ് റബ്ബർ ഈസ് 175. 1 കിലോഗ്രാമിന് 175 രൂപയാണെങ്കിൽ ഹൗ മച്ച് ഡിഡ് ഹി ഗെറ്റ് എ ഡേ ഓൺ ആവറേജ് ദിസ് മന്ത് ഫ്രം റബ്ബർ. അപ്പൊ പ്രൈസ് ഓഫ് എ കിലോഗ്രാം ഓഫ് ഈക്വൽ ടു 175 റുപ്പീസ്. അങ്ങനാണെങ്കിൽ ആവറേജ് ഇൻകം ആണ് ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ മാധ്യ വരുമാനം അതാണ് ചോദിച്ചിരിക്കുന്നത്. മാധ്യ വരുമാനം കാണാനായിട്ട് ഈ 1 കിലോയുടെ വിലയെ മാധ്യം കൊണ്ട് ഗുണിച്ചാൽ മതി. ഇതാണല്ലോ മാധ്യം. മാധ്യമാണല്ലോ നമുക്ക് 12.77 കിട്ടിയത്. അത് തമ്മിൽ ഗുണിക്കുമ്പം 2234.75 രൂപ എന്ന് കിട്ടും. ഇനി നമുക്ക് നാലാമത്തെ ചോദ്യം ചെയ്യാം. നാലാമത്തെ ചോദ്യം ഇതാണ് പറയുന്നത്. ദി ടേബിൾ ബിലോ ഷോസ് ദ ഡേയ്സ് ഇൻ എ മന്ത് sorted according to the amount of rainfall in a locality. What is the mean rainfall per day during this month? ഇവിടെയും ടേബിൾ തന്നിട്ടുണ്ട്. ആദ്യം ചെയ്ത പോലെ തന്നെ റെയിൻഫോൾ തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ഡേയ്സ് തന്നിട്ടുണ്ട്. അതായത് 54 മില്ലിമീറ്റർ റെയിൻഫോൾ ഉള്ളത് 3 ദിവസമാണ്, 56 മില്ലിമീറ്റർ റെയിൻഫോൾ ഉള്ളത് 5 ദിവസമാണ്. അങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ടോട്ടൽ റെയിൻഫോൾ കണ്ടുപിടിക്കണം. ടോട്ടൽ റെയിൻഫോൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഓരോന്ന് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ടോട്ടൽ ആഡ് ചെയ്യണം. അപ്പോൾ 54 × 3 കാണുക, പിന്നെ 56 × 5 കാണണം. 56 മില്ലിമീറ്റർ റെയിൻഫോൾ ഉള്ള 5 ദിവസമായിരുന്നു. പിന്നെ 58 × 6 അങ്ങനെ ടോട്ടൽ കംപ്ലീറ്റ് ആക്കണം. ഇവിടെ ഓരോ റെയിൻഫോളിൻ്റെയും മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ റെയിൻഫോൾ കിട്ടും. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1545 എന്ന് കിട്ടും. ഇനി ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സും കൂടെ കാണണമല്ലോ. ഇത് കൂട്ടുമ്പോൾ 30 ദിവസമാണെന്ന് കിട്ടും. നമ്മളോട് ചോദിച്ചിരിക്കുന്ന മീൻ റെയിൻഫോൾ അഥവാ മഴയുടെ മാധ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ റെയിൻഫോളിനെ ദിവസങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. അതായത് 1545നെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം നമുക്ക് 51.5 റെയിൻഫോൾ. ഇവിടെ യൂണിറ്റ് മില്ലിമീറ്റർ ആണ്. അപ്പം ആൻസർ മില്ലിമീറ്ററിൽ നമുക്ക് കിട്ടും. അപ്പം മഴയുടെ മാധ്യം എന്ന് പറയുന്നത് 51.5 മില്ലിമീറ്റർ ആണ്.